ശ്രീമന്നാരായണീയം ദശകം 12 ശ്ലോകം 4. ബ്രഹ്മദേവൻ തനിക്ക് പ്രതിസന്ധി വരുമ്പോഴൊക്കെ ചെയ്യുന്നത് പോലെ ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചപ്പോൾ ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപം മനസ്സിൽ തെളിഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഭൂമി മുങ്ങിപ്പോയി, ഭഗവാനെ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്, സൃഷ്ടി ചെയ്യാൻ സാധിക്കുന്നില്ല മനുവിനെ എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ ക്രിയാ കേവലം ഉത്തരം എന്ന് പറയും. പ്രവൃത്തി തന്നെ ഉത്തരം പറയാനും ഒന്നും താമസിച്ചില്ല. ഉടനെ ഭഗവാൻ അവതരിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ നാസാപുടത്തിൽ നിന്നും, അതായത് മൂക്കിലെ ദ്വാരത്തിൽ നിന്നും ഒരു ശിശു കോലരൂപി ബാലവരാഹമായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു. ഇനി എന്താണ്? ഒരു പെരുവിരലിനോളം മാത്രം വലിപ്പത്തിൽ പുറത്തു വന്ന ആ പന്നിക്കുഞ്ഞ് ഉടനെ ആനയുടെ വലിപ്പമായി. ആ പന്നി ഇങ്ങനെ 4 കാലിൽ നിൽക്കുന്നതും ആനയ്ക്കും തമ്മിലൊരു സാമ്യമുണ്ടല്ലോ. അങ്ങനെ വളർന്ന് വലിയൊരു ആനയുടെ അത്രയായി. പിന്നെയോ പെട്ടെന്ന് തന്നെ മേഘം വരെ ഉയരത്തിലായി ആ രൂപം. ഇത് കണ്ട് എല്ലാവർക്കും വലിയ അത്ഭുതമായി. എല്ലാവരും എന്ന് പറഞ്ഞാൽ സത്യലോകത്തിൽ ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവും ബ്രഹ്മാവിനോടൊപ്പം മഹർഷിമാരും ബ്രഹ്മപുത്രന്മാരും ഉണ്ട് നമ്മൾ കണ്ടുല്ലോ ആദ്യത്തെ ശ്ലോകത്തിൽ. അങ്ങനെ എല്ലാവരും അത്ഭുത സ്തബ്ധരായി എന്നാണ്. നമുക്ക് ശ്ലോകം നോക്കാം. അങ്കുഷ്ടമാത്ര വപുരുത്പതിത പുരസ്താദ് ഭൂയോ അധ കുംഭി സദൃശ സമജൃംഭതാസ്ത്വം അഭ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിർ അഗാത് സഹസൂനുഭീസ്വൈ. അങ്കുഷ്ടമാത്ര വപു പുരസ്താദ് ആദ്യം തന്നെ ഒരു അങ്കുഷ്ടത്തിൻ്റെ തള്ളവിരലിൻ്റെ അത്രമാത്രം വലിപ്പമുള്ള ശരീരമായിരുന്ന ആ വരാഹക്കുഞ്ഞ് ഉത്പതിത പുറത്തു ചാടി. ഭൂയോ അധ കുംഭി സദൃശ എന്ന്, ഇതെന്താണ് എൻ്റെ മൂക്കിന്ന് വരുന്നത് എന്ന് ബ്രഹ്മാവ് നോക്കുമ്പോഴേക്കും അധ ഉടൻ തന്നെ ഭൂയോ വീണ്ടും വീണ്ടും അതങ്ങോട്ട് വലുതായിട്ട് കുംഭി സദൃശ, കുംഭി എന്താ ആനയുടെ വലിപ്പത്തിൽ അങ്ങോട്ട് വളർന്നു. തഥാവിധം സമജൃംഭത വീണ്ടും വളർന്ന് വലുതാവാൻ തുടങ്ങി. അഭ്രേ ഉദീക്ഷ്യ ഉച്ചൈ എന്ന് പറഞ്ഞാൽ ഉയർന്നു കൂറ്റൻ രൂപമായി. അഭ്രേ ഭവന്തം ഉദീക്ഷ്യ ആകാശത്തിലാണ് ആ രൂപത്തിൻ്റെ ഉയരം, ആകാശമുട്ടുന്നത്ര വലുതായതായിട്ട് ബ്രഹ്മാവ് കണ്ടു. വിധി സൂനുഭി സഹ ബ്രഹ്മാവും തൻ്റെ പുത്രന്മാരായിട്ടുള്ള പ്രജാപതിമാരും ഋഷിമാരും എല്ലാവരും ആ വരാഹരൂപം ഇങ്ങനെ ഉയർന്ന് ആകാശമുട്ടുന്നതായിട്ട് കണ്ടു. വിസ്മേരതാം അഗാധ് വല്ലാതെ വിസ്മയിച്ചു പോയി അവരെല്ലാം. അഗാധ് എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, അതിശയത്തെ പ്രാപിച്ചു. ഭഗവാൻ അത്ഭുത വിക്രമനാണ്. അവിടുത്തെ കർമ്മങ്ങളിലൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയ്ക്കും വലുതല്ലല്ലോ നമ്മുടെ ബുദ്ധി. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവത് ച ഏനം അന്യ ശൃണോതി. പലരും ഭഗവാനെ അങ്ങയെ വളരെ ആശ്ചര്യത്തോടു കൂടി കാണുന്നു, ഭഗവാനെക്കുറിച്ച് അതിനേക്കാളും ആശ്ചര്യത്തോടെയാണ് സംസാരിക്കുന്നത്, കേൾക്കുന്നത് തന്നെ ആശ്ചര്യവച്ച ഏനം അന്യ ശൃണോതി, കേൾക്കുന്നതും അത്യന്തം ആശ്ചര്യത്തോടുകൂടി. കേട്ടാലും പറഞ്ഞാലും കണ്ടാലും മുഴുവനായിട്ടും ആ വസ്തുവിനെ അറിയാൻ സാധിക്കുകയും ഇല്ല. അങ്ങനെ കേട്ടും മനനം ചെയ്തും അത് നമ്മളെ അനുഗ്രഹിക്കുമ്പോഴേ നമുക്കത് അറിയാറാവുന്നുള്ളൂ. അങ്ങനെയൊക്കെ അനുഗ്രഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ബ്രഹ്മാവും ഋഷിമാരും ഒക്കെ. എന്നിട്ടും അവർക്ക് ഈ വരാഹത്തിൻ്റെ അത്യത്ഭുതമായിട്ടുള്ള രൂപം കണ്ട് വല്ലാതെ അത്ഭുതമാണ് ഉണ്ടായത്. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ കൂടി ശിശുകോലരൂപി കുഞ്ഞു വരാഹമായിട്ട് പുറത്തു വന്നു. ബ്രഹ്മാവും ഋഷിമാരും സ്തുതിച്ചു കൊണ്ടിരിക്കെ ആ രൂപം വളർന്നു ആനയുടെ അത്രയായി. ഉടനെ തന്നെ ആകാശമുട്ടുന്നത്ര, അതായത് അറ്റം കാണാത്തത്ര ഉന്നത ശരീരനായ ഭഗവാനെ കണ്ട ബ്രഹ്മദേവനും
പുത്രന്മാരും ഋഷിമാരും പ്രജാപതിമാരും ഒക്കെ അത്ഭുതകരമായിട്ടുള്ള ആ കാഴ്ച നോക്കി നിന്ന് പോയി എന്നാണ് മേൽപ്പത്തൂർ പറയണത്. അത് കേട്ട് ഗുരുവായൂരപ്പൻ ഇങ്ങനെ കൗതുകത്തോടെ ഇരിക്കുന്നുണ്ടാവൂലേ. അങ്കുഷ്ടമാത്രവപുരുത്പതിത പുരസ്താദ് ആദ്യം ഒരു അങ്കുഷ്ടത്തിൻ്റെ പെരുവിരലിൻ്റെ മാത്രം വലുപ്പത്തിൽ പുറത്തു വന്നു. ഭൂയോ അധ കുംഭി സദൃശ, ഉടനെ തന്നെ വീണ്ടും വീണ്ടും അത് വലുതായിട്ട് ആനയുടെ വലുപ്പമായി. സമജൃംഭദാസ്ത്വം, വളരെ വേഗം ഇങ്ങനെ വളർന്നു. അഭ്രേ തഥാവിധം, ആകാശത്തിൽ, അഭ്രമാകാശം, ആകാശം വരെ ഉയർന്നു. ഉദീക്ഷ്യ ഭവന്തമുച്ചൈർ, ഉന്നത ശരീരനായിട്ടുള്ള ഭവന്തം, ഭഗവാനെ അങ്ങയെ ഉദീക്ഷ്യ, കണ്ടിട്ട്, വിസ്മേരതാം വിധി അഗാധ്, വിധി ബ്രഹ്മാവ് വിസ്മയ സ്തബ്ധനായി. സഹ സൂനുഭീസ്വൈ, ആ ബ്രഹ്മാവിൻ്റെ സൂനു പുത്രന്മാരോടുകൂടി ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ഋഷിമാരും മുനിമാരും പ്രജാപതിമാരും എല്ലാവരും കൂടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ അവരെല്ലാവരും ഈ രൂപത്തിൻ്റെ പെട്ടെന്നുള്ള ഈ ഉന്നതമായിട്ടുള്ള വലിപ്പം കണ്ടിട്ട് അവർ വിസ്മയിച്ചു പോയി എന്നാണ്. ഒന്നുകൂടി ശ്ലോകം ചൊല്ലാം. അങ്കുഷ്ടമാത്ര വപുരുത്പതിത പുരസ്താദ് ഭൂയോധ കുംഭി സദൃശ സമജൃംഭധാസ്ത്വം അഭ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തം ഉച്ചൈർ വിസ്മേരതാം വിധി അഗാധ സഹ സൂനുഭീസ്വൈ. അടുത്ത ശ്ലോകം, 5-ാമത്തെ ശ്ലോകം. ബ്രഹ്മാവിന് മനസ്സിലായി തൻ്റെ സങ്കടം കേട്ടിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് ഭഗവാൻ വന്നിട്ടുള്ളത് തന്നെയാണ്. മുമ്പ് താമരനാളത്തിലെ ഓരോ ദ്വാരത്തിൽ കൂടിയും അനേകം വർഷങ്ങൾ പരിശ്രമിച്ചിട്ടും കാണാനായില്ല. ഇപ്പം ഇതാ ഭഗവാൻ എൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഒരു പന്നിക്കുട്ടിയായിട്ട് അവതരിച്ചു എന്നോ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ വളർന്ന് ആനയുടെ അത്ര ആകാശത്തോളമൊക്കെ ആയപ്പോൾ ഇത് എന്താണ് എന്ന് വല്ലാതെ വിസ്മയിച്ചു. ഒരു പർവ്വതമാണോ എന്ന മട്ടിൽ അതിസ്ഥൂലമായിട്ടുള്ള പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന ആ ഭഗവത് രൂപത്തെ കണ്ണിമയ്ക്കാതെ ബ്രഹ്മാവ് നോക്കി നിന്നപ്പോൾ ആ വരാഹരൂപം അതികഠിനമായിട്ട് ഉറക്കെ ഗർജിച്ചു. ശ്ലോകം 5. കോ അസൗ അചിന്യമഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദ് അജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരം. കോ അസൗ, അസൗ, ആരാണ് ഇത്? അചിന്യമഹിമ, ചിന്തിക്കാൻ പോലും ആവാത്തത്ര മഹിമയോടുകൂടിയ ഈ രൂപം ആരാണ്? ഉദ്ധിതോ മേ നാസാപുടാത്, എൻ്റെ നാസാദ്വാരത്തിൽ നിന്നും ഉണ്ടായത് തന്നെയല്ലേ ഇത്? കിടി എന്ന് പറഞ്ഞാൽ വരാഹത്തിൻ്റെ മറ്റൊരു പേരാണ്. കിടി, വരാഹം, സൂകരം, പന്നി, കോലം ഒക്കെ അത് തന്നെയാണ്. അജിതസ്യമായ കിമു ഭവേത്, ഭഗവാന്റെ അജിതനല്ലേ, ആരാലും ജയിക്കാൻ സാധിക്കാത്ത ആ ഭഗവാന്റെ മായയാണോ ഇത്? അല്ലാതെ വേറെ ആർക്കും ഇത് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത്തം വിചിന്തയതി, ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ധാതരി, ബ്രഹ്മദേവൻ, അതായത് ബ്രഹ്മാവിങ്ങനെ ആലോചനയിൽ മുഴുകിയിരിക്കുമ്പോൾ ശൈലമാത്ര, പർവ്വതത്തിൻ്റെ അത്രയ്ക്കും തടിയും സ്ഥൂല ശരീരനും ആയിട്ട്, പറയാനാവാത്തത്ര, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പർവ്വതത്തിൻ്റെ അത്ര എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വലിയ രൂപത്തോടു കൂടിയിട്ട് സദ്യ ഭവൻ, സദ്യ പെട്ടെന്ന് ഉടനെ തന്നെ ആ രൂപം വീണ്ടും ആകാശത്തിൻ്റെ അത്ര ഉയരവും ശരീരം പർവ്വതത്തിൻ്റെ അത്രയും ആയി. എന്നിട്ടോ ജഗർജിത കില, ഘോരം, അതിഭയങ്കരമായിട്ട് ഘോരമായിട്ട് ഗർജിക്കുകയും ചെയ്തു. തൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ നിന്നും വന്ന ആ കുഞ്ഞു വരാഹത്തിൻ്റെ അത്യന്തം അത്ഭുതകരമായിട്ടുള്ള വളർച്ചയും ആകാശത്തോളമുള്ള ഉയരവും
പർവ്വതതുല്യമായിട്ടുള്ള ശരീരവും കണ്ട ബ്രഹ്മാവ് അമ്പരന്നു പോയി. ഇത് ഭഗവാന്റെ മായയാണോ, എനിക്ക് തോന്നുന്നതാണോ, അതോ ഭഗവാൻ ശരിക്കും ഇതിവിടെ അവതരിക്കുകയാണോ എന്ന് ബ്രഹ്മാവിന് വലിയ അമ്പരപ്പായി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ എന്ന് ബ്രഹ്മാവ് ചിന്തിച്ചു കൊണ്ടിരിക്കെ ആ വരാഹമൂർത്തി അതികഠിനമായിട്ട് അലറി. നമ്മുടെയൊക്കെ അളവുകൾക്കും നിയമത്തിനും ഒക്കെ അപ്പുറത്തായിട്ടുള്ള ആ രൂപം ബ്രഹ്മാവിനെ പോലും വല്ലാതെ അത്ഭുതപ്പെടുത്തി. താൻ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരുന്ന ആ ഭഗവാൻ തന്നെയാണോ ഇത്? താമരക്കണ്ണനും താമര പോലെയുള്ള കാലും താമരമാല ധരിച്ചവനും ഒക്കെ ആയിട്ടുള്ള ആ ഭഗവാനാണോ ഇത് എന്ന് ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടു. അതേപോലെ തന്നെ ഒരു സന്ദർഭം ഭഗവത്ഗീതയിലുണ്ട്. ഭഗവാന്റെ വിശ്വരൂപം കണ്ട അർജുനൻ വല്ലാതെ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ സമാധാനിപ്പിക്കണം ഉണ്ട്. അത് നമുക്ക് ഓർമ്മ വരും. ഇവിടെ ശ്ലോകം ഒന്നും കൂടി നോക്കാം. കോ അസൗ അചിന്യമഹിമ. ആരാണ് അചിന്യമഹിമയോട് കൂടിയിട്ടുള്ള, ചിന്തിക്കാൻ പോലും ആവാത്തത്ര മാഹാത്മ്യത്തോട് കൂടിയിട്ടുള്ള ഇത് ആരാണ്? കിടിരുദ്ധിതോമേ, എന്നിൽ നിന്നും വന്നിട്ടുള്ള ഈ വരാഹക്കുട്ടി ആയിരുന്നുവല്ലോ ഇത്. നാസാപുടാത്, എൻ്റെ മൂക്കിൽ നിന്നും വന്നതല്ലേ. കിമു ഭവേത് അജിതസ്യമ, അവിടെ ആന്നുണ്ട്, അജിതസ്യമായ, അജിതനായിട്ടുള്ള, ആരാലും ജയിക്കാൻ സാധിക്കാത്തതായ ആ ഭഗവാന്റെ മായയാണോ, എൻ്റെ തോന്നലാണോ ഇത്, അതോ ശരിക്കുള്ള തന്നെയാണോ? ഇത്തം വിചിന്തയതി, ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ധാതരി ബ്രഹ്മദേവൻ ശൈലമാത്ര സദ്യോ, ബ്രഹ്മദേവൻ്റെ കണ്ണുകളിൽ തന്നെ കണ്ടു ശൈലമാത്രം, പർവ്വതത്തിൻ്റെ പോലെ സ്ഥൂലരൂപമായിട്ട് സദ്യോ വേഗം തന്നെ ഭവൻ, ആ വരാഹമൂർത്തി വലുതായി. കില ജഗർജിത ഘോര, ഘോരം അതിഭയങ്കരമായിട്ട് ഗർജിക്കുകയും ചെയ്തുവല്ലോ. കോ അസാവചിന്യമഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായ. ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.